ഹലോ എവറി വൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ MG യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ ഡിഗ്രി PG പ്രോഗ്രാംസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. MG യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ പ്രോഗ്രാംസിലേക്കുള്ള ജൂലൈ 2025 സെക്ഷൻ്റെ അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. MG യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, ഫീസ് എത്രയാണ്, എലിജിബിലിറ്റി അങ്ങനെ തുടങ്ങി ഈ ഒരു ഓൺലൈൻ പ്രോഗ്രാംസ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ MG യൂണിവേഴ്സിറ്റിയിലെ ഓൺലൈൻ പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ വീഡിയോ ഹെൽപ്ഫുൾ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക, എങ്കിലേ എല്ലാ ഇൻഫോർമേഷനും ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഹയർ സ്റ്റഡീസ് നോക്കുന്ന സ്റ്റുഡൻസ് കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. അതെന്തുകൊണ്ടാണ്? നമുക്ക് ഏത് സമയത്തും എവിടെ ഇരുന്നും പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടാം എന്നതാണ് അതിനൊരു കാര്യമല്ലേ. ഓൾസോ നിലവിൽ UGC ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനും ഓൺലൈൻ എഡ്യൂക്കേഷനും എല്ലാം റെഗുലർ പോലെ തന്നെ ഒരേ രീതിയിലാക്കിയിട്ടുണ്ട്. ആ ഒരു വേർതിരിവ് ഇനി ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ വഴി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ സാധിക്കും. നമുക്ക് ആദ്യം തന്നെ MG യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. ഈ ഒരു യൂണിവേഴ്സിറ്റി ഓൺലൈൻ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ, കുറച്ച് ഇയേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ഈ ഒരു ടൈമിൽ തന്നെ 4 പ്രോഗ്രാംസ് ആണ് MG യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ തവണയായിട്ട് കുറച്ചായിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്, അംഗീകാരം കിട്ടുന്ന അനുസരിച്ച് കേട്ടോ. അതിൽ PGയിൽ 3 പ്രോഗ്രാംസ് ആണ് ഉള്ളത്. അതിലൊന്ന് MCOM, MBA, MA ഇംഗ്ലീഷ്. MBAക്ക് ആണെങ്കിൽ 3 സ്പെഷ്യലൈസേഷൻ അവൈലബിൾ ആണ്. MBA ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് എന്നീ 3 സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതുപോലെ 3 PG പ്രോഗ്രാംസും ഉണ്ട്. ഓക്കെ, ഇതിൽ കണ്ടല്ലോ. ഇനി ഡിഗ്രിക്കാണ് നോക്കുന്നതെങ്കിൽ BCom മാത്രമേ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള 4 ഇയർ ഡിഗ്രി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു 4 ഇയർ BCom ഹോണേഴ്സ് ഡിഗ്രിയാണ് MG യൂണിവേഴ്സിറ്റി ഓൺലൈൻ പ്രോഗ്രാമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ UGയും PGയും കൂടെ ചേർത്ത് ഈ പറഞ്ഞ 4 പ്രോഗ്രാംസ് ആണ് നിലവിൽ യൂണിവേഴ്സിറ്റിയിലുള്ളത്. മേ ബി അടുത്ത സെക്ഷനൊക്കെ ആകുമ്പോൾ ബാക്കി പ്രോഗ്രാംസ് വന്നേക്കാം. ഓക്കെ, ഇതുപോലെ ഓരോ പ്രോഗ്രാംസ് ആയിട്ട് വന്നേക്കാം. ഡയറക്റ്റ്ലി തന്നെ പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ സിലബസ് കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ സ്റ്റുഡൻറ്റിന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് MGU ഓൺലൈൻ എന്ന് ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന CDOE.mgu.ac.in എന്നുള്ള ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് MG യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ അതിൽ പ്രവേശിച്ച് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ തന്നെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസും ആ പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഫീ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ BComന് പെർ സെമസ്റ്റർ 15,000 രൂപയും, MA ഇംഗ്ലീഷിന് പെർ സെമസ്റ്റർ 18,000 രൂപയും, MComന് പെർ സെമസ്റ്റർ 20,000 രൂപയും, MBAക്ക് ആണെങ്കിലോ പെർ സെമസ്റ്റർ 25,000 രൂപയാണ് വരുന്നത്. 3 സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഏതെടുത്താലും MBAക്ക് പെർ സെമസ്റ്റർ 25,000 കേട്ടോ. അപ്പോൾ ഇതൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ ആയതുകൊണ്ടാണ് ഫീ കമ്പാരിറ്റീവ്ലി ഇത്തിരി കൂടുതൽ കേട്ടോ. ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ഇത്ര ഫീ വരുന്നില്ല. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈൻ ആണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ നല്ല സർവീസും ആണ് കേട്ടോ. ഇപ്പോൾ ഇൻഫോടെക് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഡിസ്റ്റൻ്റ് ഡിഗ്രിക്കും അതുപോലെ ഡിസ്റ്റൻ്റ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫീൽഡ് സർവീസസ് ആണ് ഇൻഫോടെക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ IGNO അതുപോലെ SGOU അങ്ങനെയുള്ള പല യൂണിവേഴ്സിറ്റി സർവീസസ് ഇൻഫോടെക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും നല്ലൊരു പോസിറ്റീവ് റിവ്യൂ കൂടുതൽ കിട്ടിയിട്ടുള്ളത് MG യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ പ്രോഗ്രാംസിൻ്റെ തന്നെയാണ് കേട്ടോ. PG പ്രോഗ്രാംസ് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, 2 വർഷത്തെ ഇതായിട്ടാണ് PG പ്രോഗ്രാംസ് വരുന്നത്. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് എക്സാംസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, സപ്ലൈ ഒക്കെ വരുന്നുണ്ടെങ്കിൽ 4 ഇയേഴ്സ് വരെ കോഴ്സ് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ 4 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തെടുത്താലും മതിയാവും. അതുപോലെ തന്നെ UG പ്രോഗ്രാം നമ്മൾ പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 4 ഇയർ ഡിഗ്രിയാണ് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ളത്. ഏതെങ്കിലും സാഹചര്യത്തിൽ 4 ഇയർ കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാം ഏതെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ 7 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് കോഴ്സ് വാലിഡിറ്റി ഉണ്ട്. ആ ടൈമിനുള്ളിൽ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തെടുത്താലും മതിയാവും. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റിൽ വന്ന് ഈ ഒരു പ്രോഗ്രാം നോക്കുമ്പോൾ തന്നെ പ്രോഗ്രാമിൻ്റെ കൂടെ തന്നെ അപ്ലൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ലേൺ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫീ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സിലബസ് ഡീറ്റെയിൽസ് ഒക്കെ കണ്ടോ, ഡൗൺലോഡ് ബ്രോഷർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ സിലബസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തന്നെ അഡ്മിഷൻ എടുത്താൽ മതിയാവും. ഇനി നമുക്കിതിൻ്റെ എലിജിബിലിറ്റി നോക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ BComനാണ് നിങ്ങൾക്ക് ഡിഗ്രിക്കാണ് അഡ്മിഷൻ വേണ്ടതെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വിദ്യാർത്ഥിക്ക് BComന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി MA ഇംഗ്ലീഷിനാണ് അല്ലെങ്കിൽ MComനൊക്കെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടതെങ്കിൽ 40% പ്ലസ് ഡിഗ്രിയിൽ മാർക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഇനി MBAക്കാണ് അഡ്മിഷൻ വേണ്ടതെങ്കിൽ 50% കുറയാതെ മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ MBAക്കാണ് കുറച്ച് കൂടുതലുള്ളത്. 50% ഡിഗ്രിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് MBAക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും അങ്ങനെ തന്നെ അല്ലേ. പിന്നെ ഇത് ഞാൻ പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള സ്റ്റുഡൻസിനുള്ള കാര്യമാണ്. SC ST സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക്
ജസ്റ്റ് പാസ് മതി കേട്ടോ, ഇത്ര പെർസെൻറ്റേജ് വേണമെന്നില്ല. ജസ്റ്റ് പാസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ജസ്റ്റ് പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് പി ജിക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫീ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, MA ഇംഗ്ലീഷിന് 18,000 പെർ സെമസ്റ്റർ എന്നും MA ഇംഗ്ലീഷിൻ്റെയും അതുപോലെ MBAയുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫീ വരുന്നത് നോർമലി ഉള്ള ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിൻ്റെയാണ്. SC/ST സ്റ്റുഡൻസിന് അതിൽ കുറച്ച് ഫീ റിഡക്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അഡ്മിഷൻ പ്രൊസീജിയേഴ്സൊക്കെ വളരെ എളുപ്പമാണ്. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ സെമസ്റ്റർ ഫീ അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ ഫീസ് 1000 റുപ്പീസാണ്. SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 500 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 1000 റുപ്പീസ് രജിസ്ട്രേഷൻ ഫീസ് യൂണിവേഴ്സിറ്റിയിലേക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫീ അടച്ചിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കായിട്ട് തന്നെ ഒരു യൂസർ നെയിമും പാസ്വേഡൊക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കിട്ടുന്നതാണ്, മെയിലിലേക്ക് വരും. അപ്പോൾ അത് വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങളൊന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. ലോഗിൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ എന്ന് കാണാൻ പറ്റും. ഓൾസോ അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ മെയിലും വരുന്നതാണ് കേട്ടോ. എല്ലാ അപ്ഡേറ്റ്സും മെയിൽ ത്രൂ യൂണിവേഴ്സിറ്റി അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രിയൊക്കെ എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നതാണ് കേട്ടോ. അല്ല, എല്ലാം ഓക്കെ ആയിട്ടുള്ള, ഇപ്പോൾ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനും ഇതിൽ അപ്രൂവലാണ് MGയിൽ. ഇപ്പോൾ IGNOയൊക്കെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ MGയിൽ ഈ ഒരു PGക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്, അതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ അപ്രൂവൽ ആവുന്നതാണ്. അപ്രൂവൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് സെമസ്റ്റർ ഫീ അടയ്ക്കേണ്ടത് കേട്ടോ. MBAക്ക് ആണെങ്കിൽ 25,000, BCom ആണെങ്കിൽ 15,000. അപ്പോൾ എത്രയാണോ ആ ഒരു ഫീ എല്ലാം ഓക്കെ ആണെങ്കിൽ അടച്ചാൽ മതിയാവും. ഓൺലൈൻ ത്രൂ തന്നെയാണ് അടയ്ക്കേണ്ടത്. ഫീ അടച്ച് കഴിഞ്ഞിട്ട് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം ആ ഒരു സെക്ഷൻ്റെ ക്ലോസ് ആയി കഴിയുമ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ തുടങ്ങുന്നതാണ്. അപ്പോൾ അതിനായിട്ട് LMS പോർട്ടലുണ്ട്, യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒരു വെബ്സൈറ്റാണ്. അതുവഴിയായിരിക്കും നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടുന്നത്. സോ ഈ ഒരു വെബ്സൈറ്റിൽ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡെമോ ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സസ് വരുന്നത് എന്ന് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതിൽ നന്നായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഓരോ ടീച്ചേഴ്സ്. ഈ ഒരു മെത്തേഡിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുക. അങ്ങനെ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് പഠിക്കാം. അങ്ങനെ ആ ഒരു സെമസ്റ്റർ തീരുന്ന ടൈമിൽ സെമസ്റ്റർ എക്സാംസ് വരുന്നതാണ്. എക്സാംസും ഓൺലൈൻ ത്രൂ തന്നെയാണ്. പക്ഷേ എക്സാം നിങ്ങൾക്ക് ഫോൺ വഴി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിന് നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഒക്കെ ഉണ്ടായിരിക്കണം. ഏതെങ്കിലുമൊക്കെ ഒന്ന് വേണം കേട്ടോ. അതിൽ ക്യാമറ ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ ഓൺലൈനായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ നിരീക്ഷിക്കാനായിട്ട് ഈ ഒരു ഓൺലൈൻ ത്രൂ തന്നെ ഓപ്പോസിറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരാളുണ്ടാവും. നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന പോലെ, ഗൂഗിൾ മീറ്റ് പോലെ. അപ്പോൾ അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നതാണ് ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങളൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിലാണ് ഇരിക്കേണ്ടത്, അവിടെ വേറെ ആരും പാടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയാണ് എക്സാമൊക്കെ വരുന്നത് കേട്ടോ. എക്സാമിന് മുൻപായിട്ട് നിങ്ങൾക്ക് അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അസൈൻമെൻറ്റ് ഓൺലൈൻ ത്രൂ തന്നെയാണ്. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് PDF ആക്കി നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് വഴി തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൺലൈനാണ്. ഒരു ആവശ്യത്തിനും നിങ്ങൾ നേരിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോവേണ്ടതായിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ആളുകൾ ഉണ്ടായിരിക്കും. സോ നിങ്ങളൊരു ഓൺലൈൻ എഡ്യൂക്കേഷന് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ MG യൂണിവേഴ്സിറ്റി ബെസ്റ്റാണ്. ഇത് നമ്മളുടെ എക്സ്പീരിയൻസ് ബേസ് ചെയ്താണ് ഈ ഒരു റിവ്യൂ നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാ തവണത്തെയും പോലെ ഇൻഫോടെക്കും ഇത്തവണ MG യൂണിവേഴ്സിറ്റി ഓൺലൈൻ പ്രോഗ്രാംസിലേക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അതിന് സർവീസ് ചാർജ് ആപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പോൾ ഡൗട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നായിരിക്കും അഡ്മിഷൻ ഞങ്ങൾ എടുത്തു തരുന്നത്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ സമയത്ത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അഡ്മിഷൻ എടുത്താലും മതിയാവും. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വാട്സപ്പിൽ പറയുക കേട്ടോ, MG യൂണിവേഴ്സിറ്റിയുടെ ഇന്ന പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കാനായിട്ടാണെങ്കിൽ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സ്പീഡപ്പ് ആക്കാൻ സാധിക്കും. സോ നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.